കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലുണ്ടായ ചേഞ്ചസ് പ്രകാരം എപ്രകാരം ഹിസ്റ്ററി ഓഫ് മോഡേൺ കമ്മ്യൂണിക്കേഷനെ 5 ഏജുകളായി 5 വേവുകളായി ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാം എന്നായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എലമെന്റ്സ് ഓഫ് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്നാണ്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്, ഏതൊരു കോണ്ടെക്സ്റ്റിൽ ഏത് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ നടന്നാലും അതിൽ കോമൺ ആയിട്ട് 8 കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ 8 കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ 8 കമ്പോണൻസ് ഉണ്ട്, 8 ഘടകങ്ങളുണ്ട്. ആ 8 ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ദോസ് കോമ്പണൻസ് ആർ സെൻഡർ, മെസ്സേജ്, ചാനൽ, റിസീവർ, ഫീഡ്ബാക്ക്, നോയിസ്, കോണ്ടെക്സ്റ്റ്, എഫക്റ്റ്. ഇതാണ് ആ 8 കമ്പോണൻസ്. അപ്പോൾ ഓരോന്നിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് കം ടു സെൻഡർ. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ ഐഡിയ ജനറേറ്റിംഗ് സോഴ്സ് ആണ് സെൻഡർ, അല്ലെങ്കിൽ സോഴ്സ് എന്ന് വേണമെങ്കിലും സെൻഡറിനെ വിശേഷിപ്പിക്കും. സെൻഡർ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ആശയത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നു. അദ്ദേഹം ചെയ്യുന്നത് എത്രയാണ്? ആ ആശയത്തെ എൻകോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡു യു നോ വാട്ട് ഈസ് എൻകോഡിംഗ്? Encoding is the process of converting an idea into signals or messaging so that it can be sent to the receiver. റിസീവർക്ക് സെൻഡ് ചെയ്യാൻ പാകത്തിൽ ഐഡിയയെ മെസ്സേജ് ആയിട്ടോ സിഗ്നൽ ആയിട്ടോ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. മാസ് കമ്മ്യൂണിക്കേഷനിൽ, ബഹുജന കമ്മ്യൂണിക്കേഷനിൽ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സെൻഡർ ഒരുപക്ഷെ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ന്യൂസ് പേപ്പർ എടുത്ത് നോക്കും. അതിൽ എഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഡിസൈനേഴ്സ് ഉണ്ടായിരിക്കും, കോപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കും, പ്രൂഫ് റീഡേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ പേരുണ്ടാകും. അവരുടെ എല്ലാം പ്രയത്നങ്ങളുടെ ഫലമായിട്ടാണ് ന്യൂസ് പേപ്പർ പുറത്തിറങ്ങുന്നത്. ആ ന്യൂസ് പേപ്പർ മാസ് ഓഡിയൻസിനോട് സംവദിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഹിയർ ദ സെൻഡർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. സെൻഡർ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. വേറൊരു എക്സാമ്പിളിൽ പറയാം. ഞാനൊരു റൈറ്റർ ആണെന്ന് ഇരിക്കട്ടെ. എനിക്ക് കുറച്ച് ആശയങ്ങളുണ്ട്, കോൺസെപ്റ്റുകളുണ്ട്. അത് ഞാൻ എഴുതാൻ പോകുകയാണ്, സാഹിത്യകാരനാണ്. ഞാൻ എഴുതുന്നത് എന്തായിരിക്കും? എനിക്ക് കംഫർട്ടായിട്ടുള്ള, എൻ്റെ ഓഡിയൻസിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്തിട്ട് എൻ്റെ ആശയങ്ങൾ ഞാൻ ആ ഭാഷയിൽ എഴുതുന്നു. അതൊരു എ കൈൻഡ് ഓഫ് എൻകോഡിംഗ് പ്രോസസ്സാണ്. സോ സെൻഡർ ഈസ് അസോസിയേറ്റഡ് വിത്ത് എൻകോഡിംഗ്. ദെൻ നെക്സ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് മെസ്സേജ് ആണ്. മെസ്സേജ് ക്യാൻ ബി എനിത്തിങ് വിച്ച് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദ സെൻഡർ ടു ദ റിസീവർ. അത് ഓഡിയോ ആയിരിക്കാം, വിഷ്വൽ ആയിരിക്കാം, ഫീലിങ്സ് ആയിരിക്കാം, ഇമോഷണൽ ആവാം, ഏതെങ്കിലും കൈൻഡ് ഓഫ് എക്സ്പ്രഷൻ ആവാം. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഈ അയക്കുന്ന സാധനം എന്താണോ ആശയവിനിമയം നടത്തുന്നത്, എന്താണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതാണ് മെസ്സേജ് എന്ന് പറയുന്ന കമ്പോണന്റിൽ വരുന്നത്. ഈ മെസ്സേജസ് 2 തരമുണ്ട്. വെർബലും ഉണ്ട്, നോൺ വെർബലും ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സെഷനിൽ പഠിക്കുന്നതാണ്. വെർബൽ എന്ന് പറയുമ്പോഴത്തേക്ക് സ്പോക്കൺ ഓർ റിട്ടൺ ആയിരിക്കും. നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എഴുതുന്നതൊക്കെയാണ് വെർബലിൽ വരുന്നത്. നോൺ വെർബൽ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും അല്ലാതെ, ഫോർ എക്സാമ്പിൾ, ഞാൻ സംസാരിക്കുന്ന ടോണിലുണ്ടാകുന്ന ചേഞ്ച്, അതല്ലെങ്കിൽ എൻ്റെ വേ ഓഫ് ഡ്രസ്സിങ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യതകളെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെർബലോ നോൺ വെർബലോ ആയിക്കോട്ടെ, വാട്ട് ഈസ് ബീങ് സെഡ്, വാട്ട് ഈസ് ബീങ് സെൻഡ്, വാട്ട് ഈസ് ബീങ് ട്രാൻസ്ഫേർഡ്, ദാറ്റ്സ് കോൾഡ് മെസ്സേജ്. ഓക്കെ. ദെൻ തേർഡ് കമ്പോണന്റ്, ദാറ്റ് ഈസ് ചാനൽ. അതായത് ഒരു മീഡിയം വേണം, ഒരു മാധ്യമം വേണം. ദർ മസ്റ്റ് ബി എ ചാനൽ ടു കമ്മ്യൂണിക്കേറ്റ് എൻകോഡഡ് മെസ്സേജ്. സെൻഡർ എൻകോഡ് ചെയ്യുന്ന മെസ്സേജ് ഡെസ്റ്റിനേഷനിലേക്ക് പാസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചാനൽ വേണം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ നെറ്റ് കണക്ടിവിറ്റി ഉപയോഗിച്ച് യൂട്യൂബ് എന്ന മീഡിയത്തിലൂടെയാണ് നിങ്ങളോട് സംവദിക്കുന്നത്. യൂട്യൂബാണ് ഇവിടെ എൻ്റെ ചാനൽ. നമ്മൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ആൾക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഞാൻ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുകയാണെന്ന് വെച്ചു. നിങ്ങളിൽ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അവിടെ എയറാണ് മീഡിയം. അതായത് എൻ്റെ സൗണ്ട് വേവ്സ്, എൻ്റെ മൗത്തിൽ നിന്ന് വരുന്ന സൗണ്ട് വേവ്സ് കേൾക്കുന്ന ആളിൻ്റെ ഇയറിലേക്ക് എത്തിക്കുന്നത് എയറാണ്, സറൗണ്ടിങ്സിലെ എയർ. അപ്പോൾ അവിടെ ചാനൽ അല്ലെങ്കിൽ മീഡിയം ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്? എയറാണ്. സോ ഒരു ചാനൽ വേണം, ഒരു വെഹിക്കിൾ വേണം മെസ്സേജ് ഇവിടെ നിന്ന് റിസീവിങ് എൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ദാറ്റ് ഇസ് കോൾഡ് ചാനൽ. അടുത്ത കമ്പോണന്റ് എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ അടുത്ത ഘടകം എന്ന് പറയുന്നത് റിസീവറാണ്. റിസീവിങ് എൻഡിലുള്ള ആൾക്കാർ എ സിംഗിൾ ഇൻഡിവിജ്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കാം. അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദേ ആർ സപ്പോസ് ടു ഡു ഡീകോഡിംഗ് പ്രോസസ്. ഡീകോഡിംഗ് എന്ന് വെച്ചാൽ സെൻഡർ എൻകോഡ് ചെയ്ത് അയക്കുന്ന മെസ്സേജിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഡീകോഡിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓർ ഇന്റർപ്രറ്റിംഗ് ദ മെസ്സേജ് സെൻഡ് ബൈ ദ സെൻഡർ. സെൻഡർ എഴുതി അയക്കുന്ന സാധനം, അല്ലെങ്കിൽ സെൻഡർ കൺവേ ചെയ്ത ആ മെസ്സേജ്
അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, വായിച്ച് മനസ്സിലാക്കാം, കേട്ട് മനസ്സിലാക്കാം, ഏതെങ്കിലും തരത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഇതാണ് റിസീവറുടെ ഡ്യൂട്ടി. സെൻഡർ ഉദ്ദേശിച്ച അതേ രീതിയിൽ തന്നെ റിസീവർ മെസ്സേജ് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് എത്തേണ്ട രീതിയിൽ എത്തി, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് സക്സസ്ഫുൾ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഡീകോഡിംഗ് എന്ന പ്രോസസ്സിൽ കൂടെയാണ് റിസീവറിന്റെ മൈൻഡിൽ സെൻഡർ അയച്ച ഐഡിയ, സെൻഡർ എൻകോഡ് ചെയ്ത് മെസ്സേജ് ആക്കി ചാനലിലൂടെ അയച്ച ഐഡിയ അണ്ടർസ്റ്റാൻഡബിൾ ആകുന്നത്. അത് എപ്രകാരം എത്ര എഫക്റ്റീവായിട്ട്, എത്ര ആക്യുറസിയിൽ, എത്ര കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആകുന്നു എന്നുള്ളത് ഈ റിസീവറിന്റെ ക്യാപ്പബിലിറ്റി, അദ്ദേഹത്തിന്റെ നോളജ്, ക്ഷമത, അതൊക്കെ അനുസരിച്ച് വേരി ചെയ്യും. എത്രത്തോളം ആപ്റ്റ് ആവുന്നു അത്രത്തോളം കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് സക്സസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി വരുന്നത് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റെസ്പോൺസ്. റിസീവിംഗ് എൻഡിൽ നിന്ന് വരുന്ന റെസ്പോൺസ് ആണ്. സെൻഡർ എൻകോഡ് ചെയ്ത് അയച്ച മെസ്സേജ് റിസീവർ ഡീകോഡ് ചെയ്തിട്ട് തിരിച്ച് അതിനുള്ള റെസ്പോൺസ് കൊടുക്കുകയാണ്. അപ്പോൾ റെസ്പോൺസ് കൊടുക്കാൻ നേരത്ത് ഈ റിസീവർ എന്ത് ചെയ്യുന്നു? റിസീവർ മനസ്സിലുണ്ടായ ഒരു ഐഡിയ മെസ്സേജ് ആക്കി എൻകോഡ് ചെയ്ത് തിരിച്ച് അയക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ്റെ ഡൈനാമിക് പ്രോസസ്, 2-way കമ്മ്യൂണിക്കേഷൻ. ആദ്യം സെൻഡർ അയച്ച മെസ്സേജ് ഇവിടെ റിസീവർ റിസീവ് ചെയ്തിട്ട് റിസീവർ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മറുപടി, അതിൻ്റെ പ്രതികരണം ഇവിടെ നിന്ന് എൻകോഡ് ചെയ്ത് അവർക്ക് ഡീകോഡ് ചെയ്യാൻ വേണ്ടി തിരിച്ചയക്കുകയാണ്. അപ്പോൾ ആ ഒരു റെസ്പോൺസിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നു, ക്ലാസ് കഴിയുമ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ ക്ലാസ് നന്നായിരുന്നു അല്ലെങ്കിൽ ക്ലാസ് ബോറായിരുന്നു നിങ്ങൾ തിരിച്ചു പറയും. അത് നിങ്ങളുടെ ഫീഡ്ബാക്കാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഫീഡ്ബാക്ക് മസ്റ്റാണ്. ഫീഡ്ബാക്കിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും കമ്മ്യൂണിക്കേഷൻ എത്രമാത്രം സക്സസ്ഫുൾ ആയിരുന്നു അല്ലെങ്കിൽ എത്രമാത്രം എഫക്റ്റീവ് ആയിരുന്നു. ക്ലാസ് നന്നായിരുന്നു നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, കുട്ടികൾക്ക് മനസ്സിലായി. സാർ അത് മനസ്സിലായല്ലോ, ഒന്നുകൂടെ പറയൂ എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവും അത് കമ്മ്യൂണിക്കേഷൻ അത്ര ക്ലിയർ അല്ലായിരുന്നു. സോ പിന്നെ കമ്മ്യൂണിക്കേഷൻ ഫീഡ്ബാക്ക് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ബിക്കോസ് it enhances and it gives an idea regarding the effectiveness of the already done communication process. So it's an inevitable part in communication process. ഈ ഫീഡ്ബാക്കിൽ തന്നെ വരുന്ന വേറൊരു സംഗതിയാണ് സെൽഫ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്വയം ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏതെങ്കിലും ഒരു ബോർഡ് വായിച്ചിട്ട് അത് ഇതാണ്, നമ്മൾ സ്വയം നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫീഡ്ബാക്ക്. എനിക്കത് മനസ്സിലായി. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ സ്വയം പറഞ്ഞ് കൺവിൻസ് ചെയ്തില്ല, അതാണ് അതിതാണ് ഇങ്ങനെയാണ്. അതാണ് സെൽഫ് ഫീഡ്ബാക്ക്. നമ്മളോട് തന്നെ ഫീഡ്ബാക്ക് കൊടുക്കുക. വായിച്ചത് എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്, പഠിച്ചത് എൻ്റെ മനസ്സിലിരിപ്പുണ്ട് എന്നൊക്കെ പറയുക. സെൽഫ് ഫീഡ്ബാക്ക് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് നോയിസ് ആണ്. നോയിസ് അഥവാ ബാരിയർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിംഗിലെ ഹിൻഡ്രൻസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന, തടസ്സം സൃഷ്ടിക്കുന്ന എന്തിനേയും നോയിസ് അഥവാ ബാരിയർ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാം, എൻ്റെ വോയിസിനൊപ്പം തന്നെ ഞാനിവിടെ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പുറത്തുനിന്നുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള നോയിസൻസ് കേൾക്കുന്നുണ്ട്. വെഹിക്കിൾ പാസ് ചെയ്യുന്ന ആയിക്കോട്ടെ, ബേർഡ്സിൻ്റെ ചെറുപ്പിങ് ആയിക്കോട്ടെ, അങ്ങനെ പല നോയിസുകളുണ്ട്. അത് ഒരു ടൈപ്പിലുള്ള ഒരു നോയിസാണ്. വേറെ നിയമമാണ്, ഞാൻ അറബ് ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഒരിക്കലും. അവിടെ ലാംഗ്വേജാണ് ബാരിയർ. നമുക്ക് രണ്ടുപേർക്കും മ്യൂച്വലി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് അല്ല ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. അവിടെ ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. ലാംഗ്വേജാണ് അവിടെ നോയിസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം പറയാം, ഞാൻ ലൈവ് ഗൂഗിൾ മീറ്റ് ചെയ്യുകയാണ്. ഗൂഗിൾ മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടുത്തെ ബാരിയർ എന്ന് പറയുന്നത് സ്ലോ നെറ്റ്വർക്കാണ്, സ്ലോ നെറ്റ്വർക്ക് കണക്ടിവിറ്റി. ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ ഹിൻഡ്രൻസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന ഏത് ആസ്പെക്റ്റിനെയും നോയ്സ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പിലുള്ള നോയ്സുകളുണ്ട്. അതിനെപ്പറ്റി വിശദമായി നമ്മൾ അടുത്ത സെക്ഷനിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത വരുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ആണ്. സന്ദർഭം, സിറ്റുവേഷൻ. ഒരു പർട്ടിക്കുലർ സിനേറിയോ അല്ലെങ്കിൽ ഒരു സർക്കംസ്റ്റാൻസിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ്റെ മോഡ്, മാനർ, രീതി ഇതെല്ലാം ചേഞ്ച് ചെയ്യപ്പെടും. നിങ്ങളൊരു ഇൻ്റർവ്യൂവിന്, ജോബ് ഇൻ്റർവ്യൂവിന് പോയിരുന്ന് നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നിങ്ങൾ കോളേജ് ക്യാൻറ്റീനിൽ വന്നിരുന്ന് സംസാരിക്കുന്നത്? ഒരിക്കലുമല്ല. എന്നോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനോട് സംസാരിക്കുന്നത്? ഒരിക്കലുമല്ല. ഒരു മരണ വീട്ടിൽ നിന്ന് പെരുമാറുന്ന കണക്കായിരിക്കും നിങ്ങൾ ഒരു വെഡിങ് റിസപ്ഷനിൽ പെരുമാറുന്നത്? അല്ല. ഇപ്പോൾ സിറ്റുവേഷനും കോണ്ടെക്സ്റ്റും അനുസരിച്ച് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ മാറും. ആ ഒരു സന്ദർഭത്തെ, അതിനെയാണ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് എന്നൊരു കമ്പോണൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഒക്യൂർ ചെയ്യുന്ന സന്ദർഭം, സിറ്റുവേഷൻ. ദെൻ എഫക്റ്റ്, ലാസ്റ്റ് കമ്പോണൻ്റാണ് എഫക്റ്റ്.
ഏതൊരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനും ഒരു എഫക്റ്റ് ഉണ്ടാകും, ഒരു ആഫ്റ്റർ എഫക്റ്റ്, ഒരു കോൺസിക്വൻസ് ഉണ്ടാകും. അതിൻ്റെ ഒരു പരിണിത ബലം എന്നൊക്കെ പറയും. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നു, കോൺസിക്വൻസ് രണ്ടിടത്തുണ്ടാകും. ഒന്നുകിൽ നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന് ക്ലാസ്സിൽ നോട്ട്സ് എഴുതിയിടും, ഒന്നുകിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണാതെ ജസ്റ്റ് ഒന്ന് പ്ലേ ബട്ടൺ നോക്കിയിട്ട് സ്കിപ്പ് ചെയ്തിട്ടാണ്. ചിലർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നോക്കിയിരിക്കും, പക്ഷേ ഒന്നും അബ്സോർബ് ചെയ്യത്തില്ല. ചിലത് കേട്ടിരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ കോപ്പിയെടുത്ത് പിന്നീട് ഉപയോഗിക്കും. ചിലർ ഇപ്പോൾ കേൾക്കുന്നത് പിന്നീട് റിട്രീവ് ചെയ്ത് മനസ്സിൽ പകർത്തി എക്സാമിന് എഴുതാൻ ഭാഗത്തിൽ മനസ്സിലേക്ക് പകർത്തി വയ്ക്കും. അങ്ങനെ പല ടൈപ്പ് എഫക്റ്റുകൾ ഉണ്ടായിരിക്കും. ചിലർക്ക് ഇത് കണ്ടിട്ട് ഒന്നും മനസ്സിലാകത്തില്ല, ചിലർക്ക് ഇത് കണ്ടാൽ എല്ലാം മനസ്സിലാകും. ഇതിൻ്റെ പരിണിത ഫലം, ഞാൻ നടത്തുന്ന ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ എഫക്റ്റ്, അതിൻ്റെ ഒരു റിസൾട്ട് എന്ത്, അതിനെയാണ് എഫക്റ്റ് അല്ലെങ്കിൽ എഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഏത് കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ വേറൊരാളോട് സംസാരിക്കുമ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടാവും. ഒരാളോടത്ത് നിങ്ങൾ ദേഷ്യപ്പെടുകയാണ്, ദേഷ്യപ്പെടുമ്പോൾ ചിലപ്പോൾ അയാൾക്കൊരു വിഷമം ഉണ്ടാകും, അത് അയാൾക്കുണ്ടാകുന്ന എഫക്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസ് പറയുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് പെട്ടെന്ന് സന്തോഷം ഉണ്ടാകും, അത് അയാൾക്കുണ്ടാകുന്ന എഫക്റ്റാണ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുണ്ടാകുന്ന എഫക്റ്റാണ്. അപ്പോൾ എല്ലാ കമ്മ്യൂണിക്കേഷനിലും എഫക്റ്റ് എന്നൊരു കമ്പോണൻ്റ് കൂടെ ഉണ്ടാകും. അപ്പോൾ ഈ 8 കമ്പോണൻസ് ആണ് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ട് ഏതൊരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെയും എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രീഫ്ലി ഡിസ്ക്രൈബ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ കമ്മ്യൂണിക്കേഷൻ എലമെൻറ്റ്സ്, യൂണിവേഴ്സൽ കമ്മ്യൂണിക്കേഷൻ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ 8 ഫാക്ടേഴ്സ് എഴുതണം. ഈ 8 ഫാക്ടേഴ്സിനെ കുറിച്ചും ഷോർട്ട് പാരഗ്രാഫ്സും എഴുതാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ആവുക. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പോർഷൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.